വിശുദ്ധ ഖുർആനിൽ 89 സ്ഥലങ്ങളിൽ യാ അയ്യുഹല്ലദീന ആമനു എന്ന് ആരംഭിക്കുന്നുണ്ട്. അഥവാ സത്യവിശ്വാസികളെ അല്ലാഹു തആല പ്രത്യേകം വിളിച്ച് ഉണർത്തുന്ന അതിസുപ്രധാനമായ 89 പ്രമേയങ്ങൾ. അതിൽ ഒന്നാമത്തേത് സൂറത്തുൽ ബഖറ 104-ാമത്തെ ആയത്തിലാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂലു റാഇന വഖൂലു ൻളുർന വസ്മഉ വലിൽ കാഫിരീന അദാബുൻ അലീം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസംഗിക്കുമ്പോൾ ജൂതന്മാരും മുനാഫിഖീങ്ങളും പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശല്യപ്പെടുത്തുകയും നബിതങ്ങളോട് റാഇന എന്ന് പറയുകയും ചെയ്യും. റാഇന എന്ന് പറയുന്നത് ഹിബ്രു ഭാഷയിൽ നീ ബധിരനാകട്ടെ എന്നർത്ഥവും അറബി ഭാഷയിൽ വിഡ്ഢി എന്ന അർത്ഥവുമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് കേൾക്കണം, ഞങ്ങളെയും ഗൗനിക്കണം എന്നർത്ഥം കൂടി അതിനുണ്ട്. അഥവാ ദ്വയാർത്ഥമുള്ള ഒരു പദമാണ് റാഇന എന്നുള്ളത്. അവിടെയാണ് സത്യവിശ്വാസികളോട് അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത്. ജൂതന്മാരും മുനാഫിഖീങ്ങളും ചെയ്യുന്നത് പോലെ ദ്വയാർത്ഥം വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പ്രവാചകരോട് റാഇന എന്ന് പറയരുത്. വഖൂലു ൻളുർന, നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ചോദിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഉൻളുർന, നബിയെ ഞങ്ങളെ കൂടി ഒന്ന് കേൾക്കണം, ഞങ്ങൾക്കും കൂടി പറയാനുള്ളതൊന്ന് കേൾക്കണം എന്ന ആ ഉൻളുർന എന്ന് ഏകാർത്ഥം മാത്രമുള്ള കാര്യം ആ പദം നിങ്ങൾ ഉപയോഗിക്കണം. മറിച്ച് ദ്വയാർത്ഥം വരുന്ന റാഇന എന്ന പദം ഉപയോഗിക്കരുത് എന്ന് ശക്തമായ താക്കീതാണ്. അവസാനം ആ ആയത്തിന്റെ പിൻകുറി വലിൽ കാഫിരീന അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണത്തെ തടസ്സപ്പെടുത്തുകയും ഇടയ്ക്ക് കയറി ദ്വയാർത്ഥമുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന മുന്നറിയിപ്പാണ്. നമുക്കറിയാം മുനാഫിഖീങ്ങളുടെ പണി തന്നെ, പ്രത്യേകിച്ച് ജൂതന്മാരുടെ ഒരു പ്രവർത്തനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയും, ലാം ഒഴിവാക്കിക്കൊണ്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറയും, നിനക്ക് മരണമുണ്ടാകട്ടെ എന്നാണ്. ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തിരിക്കുമ്പോൾ ഒരിക്കൽ ഇങ്ങനെ കേൾക്കുകയും ആയിഷ ബീവി രോഷാകുലയാവുകയും നബിതങ്ങൾ സമാധാനപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദ്വയാർത്ഥമുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കാനുള്ള കൽപ്പനയാണ് സത്യവിശ്വാസികളോട് ആദ്യമായി അള്ളാഹുവിന്റെ പ്രഖ്യാപനം. ഇവിടെ പരിഭാഷകളിൽ പോലും നബിയെ നിന്നോട് ചോദിച്ചാൽ നീ പറയുക എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമുക്ക് പല പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നബിയെ അങ്ങയോട് അല്ലെങ്കിൽ താങ്കളോട് എന്ന ബഹുമാനത്തിന്റെ പദം ഉപയോഗിക്കേണ്ടത് ഒരു പ്രവാചക പ്രേമിയുടെ ബാധ്യതയാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്.